നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം റാഗി സേമിയ അല്ലെങ്കിൽ റാഗി വെർമിസലി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുക. ഇതാട്ടോ റാഗി സേമിയ. ഇത് വെച്ചിട്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊരു വേറിട്ട രീതിയിലാട്ടോ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ, അല്ലാന്നുണ്ടെങ്കിൽ സേമിയയിൽ ഉപ്പ് പിടിക്കില്ല. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചേക്കുന്ന സേമിയ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ എടുത്തേക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ സേമിയ എടുക്കുന്നത്, സേമിയ മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് നമ്മൾ ചേർത്ത സേമിയ വെള്ളത്തിലൊന്ന് മുങ്ങി നിൽക്കണം. ഇനി കറക്റ്റ് ഒരു 3 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കറക്റ്റ് 3 മിനിറ്റ് നേരമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി കുതിർന്നു പോകും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. സേമിയ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുതിർക്കാൻ വെച്ചതിന് ശേഷം സമയം നോക്കി തന്നെ നിൽക്കണേ. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമറിലോട്ട് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം കുതിർത്ത് വെച്ചേക്കുന്ന സേമിയ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സേമിയ ഒട്ടിപ്പിടിക്കില്ല. ഞാനിപ്പോൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മെല്ലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി. അങ്ങനെ സേമിയ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 2 രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നുകിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും നാളികേരവും ചേർത്തതിന് ശേഷം ഇങ്ങനെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്ന കണക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന കണക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലെ സവാള, എരിവിന് ആവശ്യമായുള്ള പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, കുറച്ച് കരിവേപ്പില. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ബാക്കി കടുക്, വറ്റൽമുളകൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക്, ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ്, അതേ അളവിൽ തന്നെ കടലപ്പരിപ്പ്, ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് അതായത് അണ്ടിപ്പരിപ്പ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടല ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരണം എന്ന് വെച്ചാൽ ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് അതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ളത്. ഇനി കടലപ്പരിപ്പിന് പകരം വേണമെങ്കിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. 2-3 വറ്റൽമുളക്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, നമുക്ക് ഡിന്നറിന് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അത് മാത്രമല്ല, ഇത് നമുക്കൊരു മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കൂടെ തന്നെ പച്ചമുളക്, ക്യാരറ്റ്, ഇവയെല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കൂടാതെ തന്നെ വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, വേവിച്ച ഗ്രീൻ പീസ് ചേർക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒത്തിരി നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. അതായത് ഇതിൽ ചേർത്ത ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ സേമിയയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ ചേർത്ത ക്യാരറ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ല. എങ്കിലും ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം ക്യാരറ്റ് അത്യാവശ്യം നല്ല കുക്കായി കിട്ടും. അതായത് ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും.
ഇപ്പോൾ കറക്റ്റ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് ഒത്തിരി നേരം കുക്ക് ചെയ്യല്ലേ, കാരണം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാനേ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ക്യാരറ്റും കൂടി കഴിക്കാനായിട്ട് കിട്ടുകയും വേണം. ഇനി അടുത്തായിട്ട് ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ചേർത്താൽ ഈ ഒരു ഉപ്പുമാവിന് കുറച്ചുകൂടി നല്ലൊരു മയവും കിട്ടും, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നെയ്യും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നെയ്യ് ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ടേ. 3 ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർത്തെടുക്കാം. നാളികേരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ഒരു ഉപ്പുമാവിന് നാളികേരം കുറച്ചധികം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കുറഞ്ഞതൊരു 2 ടേബിൾ സ്പൂൺ നാളികേരമെങ്കിലും ചേർക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് അടച്ച് വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി. അങ്ങനെ നമ്മുടെ സ്വാദേറിയ വെർമിസെല്ലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കാണിച്ചു തരാം. നോക്കൂ, ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ പറയാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും പറ്റുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.